ഹായ്, വെൽക്കം ടു ലേൺ വിത്ത് സുവിത. നമ്മുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ അവസാനത്തെ ടോപ്പിക് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിങ് വേൾഡ്. വളരെ ചെറിയൊരു ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്റർ നമുക്കൊന്ന് എളുപ്പത്തിലൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നോക്കൂ, അതിലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ്. എന്താണ് ജീവനുള്ളതിൻ്റെ പ്രത്യേകതകൾ? ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് പോയിന്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് അല്ലേ, വളർച്ച. വളർച്ച എന്താ? ഇൻക്രീസ് ഇൻ ബോഡി മാസ് ആവാം, ഇൻക്രീസ് ഇൻ നമ്പർ, രണ്ടും ഗ്രോത്തിൽ വരുന്നതാണ്. Then in plants growth occurs throughout their lifespan, but in the case of animals growth up to a certain age. അല്ലേ, അറിയുന്നതാണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ ജീവിതകാലഘട്ടം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ ആനിമൽസിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ ഏജ് വരെ മാത്രമാണ് ആനിമൽസ് വളരും. അപ്പോൾ ഇതൊരു എക്സാമിന് ചോദ്യം ചോദിച്ചിരുന്നു, ഇങ്ങനെ ജീവിതകാലഘട്ടം മുഴുവൻ വളരുന്നത് താഴെ പറയുന്നതിൽ ഏത് ഓർഗാനിസമാണ് പറഞ്ഞിട്ട് കുറേ ആനിമൽസിൻ്റെ ബ്രാക്കറ്റിലെ ആനിമൽസിൻ്റെ പേരും പിന്നെ അതിലൊരു മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ. അതായത് പ്ലാന്റ്സ് ആണ് ലൈഫ് ലോങ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ള ഉത്തരമായിരുന്നു അതിൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് യങ് വൺസ് അല്ലേ, നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കാനുള്ള കഴിവാണ് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷൻ രണ്ട് രീതിയിൽ, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. അതെല്ലാം അറിയുന്നതാണ്, നമ്മളതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ദ സം ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും കൂടെ പറയുന്ന പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസം രണ്ട് തരത്തിലാണുള്ളത്, അനബോളിസം ആൻഡ് കാറ്റബോളിസം. അനബോളിസം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് പ്രോസസ്, അതായത് നിർമ്മാണ പ്രക്രിയ. ചെറിയ മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ഒരു കോംപ്ലക്സ് മോളിക്യൂളായി മാറുന്നത് അനബോളിസം. ദെൻ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്. അതായത് വലിയൊരു കോംപ്ലക്സ് മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് സിംപ്ലർ മോളിക്യൂളാക്കി മാറ്റുന്നത് കാറ്റബോളിസം. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സെല്ലുലാർ ഓർഗനൈസേഷൻ. എല്ലാ ജീവികളും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് സെൽസ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് കോൺഷ്യസ്നെസ്. ജീവനുള്ളവയുടെ പ്രത്യേകതയാണ് they have the ability to sense the surroundings and respond to stimuli. അല്ലേ, ചുറ്റുപാടുകളെ സെൻസ് ചെയ്യാനും ദെൻ സ്റ്റിമുലസിനോട് എന്തെങ്കിലും ഒരു സ്റ്റിമുലായി ഉത്തേജനം ഉണ്ടായാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ജീവനുള്ളവയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ്: ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് ആണ്. അതിൽ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ജീവനുള്ളവയുടെ ഐഡന്റിഫിക്കേഷൻ, ജീവികളുടെ ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിങ് അല്ലെ, പേര് കൊടുക്കുക, ആൻഡ് ക്ലാസിഫിക്കേഷൻ വർഗീകരണം, ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ പറയുന്ന പേരാണ് ടാക്സോണമി. അപ്പോൾ അതിൽ ഓരോന്ന് എന്താ നോക്കാം. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ, അല്ല നോമൻക്ലേച്ചർ അല്ല നമ്മൾ നോക്കണേ, ക്ലാസിഫിക്കേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ വർഗീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ജീവികളുടെ സിമിലാരിറ്റിയെ അല്ലെങ്കിൽ അവയുടെ ഏതെല്ലാമാണ് അവർ തമ്മിൽ കാണിക്കുന്ന വ്യത്യാസം, അതിനെ ബേസ് ചെയ്ത് ജീവികളെ ഗ്രൂപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ്. ഓക്കെ, ദെൻ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ?
ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് നെയിമിങ്. ഒരു ജീവിക്ക് പേര് കൊടുക്കുന്ന ആ പ്രോസസ്സാണ് നോമൻക്ലേച്ചർ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വർഗീകരണം, സിമിലാരിറ്റിയെ ബേസ് ചെയ്ത് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അതിന് പേര് കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് നോമൻക്ലേച്ചർ. ഓക്കെ, ദെൻ നമുക്ക് നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ് നോക്കാൻ പോകുന്നത്. അപ്പം നെയിംസ് രണ്ട് തരത്തിലാവാം. ഒന്ന് സാധാരണ അത് ഏത് പ്രദേശത്താണോ ഉള്ളത് ആ പ്രദേശത്ത് അത് അറിയപ്പെടുന്ന പേര്, അതായത് ലോക്കൽ നെയിം. അപ്പൊ ലോക്കൽ നെയിമും ദെൻ അതിനെന്തുണ്ട്, എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു പേരുണ്ട്, ആക്സെപ്റ്റ് ചെയ്ത പേര്. ആ പേരാണ് സയന്റിഫിക് നെയിം. ലോക്കൽ നെയിം എന്ന് പറയുമ്പോൾ നാടൻ പേര് അല്ലെ, ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള പേരും. ദെൻ സയന്റിഫിക് നെയിം, ഓൾ ഓവർ ദ വേൾഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിം, സയന്റിഫിക് നെയിം. അപ്പൊ ഈ ലോക്കൽ നെയിം മാത്രമാണെങ്കിൽ അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരു ജീവി തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് തന്നെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് നെയിം എല്ലാ ഓർഗാനിസത്തിനും നൽകിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ നെയിമിങ്ങിനെ പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദ മെത്തേഡ് ഓഫ് നെയിമിംഗ് by which an organism is known by scientific names having two components. അതായത് ഒരു പേരില് രണ്ട് കമ്പോണൻസ് കൂടിയ ഒരു പേര്, അത്തരം നെയിമിങ്ങിനെ പറയുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ദ മെത്തേഡ് ഓഫ് നെയിമിംഗ്, നെയിമിംഗ് തന്നെയാണ് ബൈ സയന്റിഫിക് നെയിം. സയന്റിഫിക് നെയിം കൊടുക്കുന്നു. ആ സയന്റിഫിക് നെയിമിന് എത്ര കമ്പോണൻസ് ഉണ്ടാവും? ബൈ മീൻസ് ടു അല്ലെ, two components. Scientific names having two components. അതിനെ പറയുന്ന പേര് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് കോൾഡ് ലിനയസ്. ദെൻ നമ്മൾ പറഞ്ഞു രണ്ട് കമ്പോണൻസ് ഉണ്ടായിരിക്കുമെന്ന്. അതിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ജീനസ് ഓർ ജനറിക് നെയിം ആണ്, അല്ലെങ്കിൽ ജനറിക് എപ്പിത്തറ്റ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, അപ്പൊ രണ്ട് കമ്പോണൻസിൽ ഫസ്റ്റ് നെയിം ജീനസ് നെയിമും സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിമും ആയിരിക്കും. ദെൻ നമ്മൾ ചില റൂൾസ് ഉണ്ട്. ആ പേര് എഴുതുമ്പോൾ സയന്റിഫിക് നെയിം എഴുതുന്ന സമയത്ത് ചില റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. The genus name should start with capital letter. ഫസ്റ്റ് നെയിം ആയ ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലെ തുടങ്ങാൻ പാടുള്ളൂ. ആൻഡ് സെക്കൻഡ് നെയിം ആയ സ്പീഷീസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിലെ തുടങ്ങാൻ പാടുള്ളൂ. നോക്കൂ, ഹോമോ സാപ്പിയൻസ്, ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിം, സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം. അതിലെ എച്ച് എന്ന് പറയുന്നത് ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററും സാപ്പിയൻസിലെ സ്പീഷീസ് നെയിം സ്മോൾ ലെറ്റർ. അതേപോലെ എപ്പിസ് മെല്ലിഫറ അല്ലെങ്കിൽ എപ്പിസ് ഇൻഡിക്ക ഒക്കെ ഹണി ബി സയന്റിഫിക് നെയിം. എപ്പിസ് എ ക്യാപിറ്റൽ ലെറ്റർ, എം സ്മോൾ ലെറ്റർ. പാൻതേറ ലിയോ ലയന്റെ സയന്റിഫിക് നെയിമാണ്, പി ക്യാപിറ്റൽ ലെറ്റർ ജീനസ് നെയിം, സ്പീഷീസ് നെയിമിലെ ലിയോയിലെ എൽ സ്മോൾ ലെറ്റർ. പാൻതേറ ടൈഗ്രീസ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷീസ് നെയിം സ്മോൾ ലെറ്ററിലേ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതും എപ്പോഴും കറക്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ താഴെ കുറച്ച് സയന്റിഫിക് നെയിംസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് സയന്റിഫിക് നെയിം, അല്ലെങ്കിൽ താഴെയുള്ള സയന്റിഫിക് നെയിമിനെ കറക്റ്റ് ആയിട്ട് എഴുതുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കൂ, ബോത്ത് ദീസ് കമ്പോണൻസ് ആർ ഇൻ ലാറ്റിൻ. അപ്പൊ സയന്റിഫിക് നെയിം എപ്പോഴും എന്തായിരിക്കും? ഒരു ലാറ്റിൻ പദമായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. ലാറ്റിനിൽ നിന്ന് ഡിറൈവ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ലാറ്റിൻ വേർഡോ ആയിരിക്കും സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൈകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ഇറ്റാലിക്സ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഇറ്റ് ഷുഡ് ബി അണ്ടർലൈൻഡ്. അതിൻ്റെ അടിയിൽ സെപ്പറേറ്റ് അണ്ടർലൈനിങ് നൽകണം. സ്പീഷീസിന് വേറെ, ജീനസിന് വേറെ ഒരു അണ്ടർലൈനിങ്. അപ്പൊ രണ്ടും ലാറ്റിൻ പദമാണ്, അത് ഇറ്റാലിക്സിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് അണ്ടർലൈനിങ് നൽകണം.
അപ്പോൾ ഈ റൂള് ശ്രദ്ധിക്കണം. ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കറക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ. എന്താണ് റൂളുകൾ എന്നല്ല, ഒരു സയന്റിഫിക് നെയിമിനെ കറക്റ്റ് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആരാണ് ഇങ്ങനെ പേര് കൊടുക്കാൻ, ഓരോ ജീവിക്കും പേര് കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഓഫ് വൈറൽ നോമൻക്ലേച്ചർ എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇങ്ങനെ സയന്റിഫിക് നെയിം നൽകുന്നത്. അപ്പൊ ഈ ICBN, ICZ എന്നൊക്കെ അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. Then taxonomic categories. Taxonomic categories എന്താ നോക്കൂ. Plants and animals are placed in a series of different ranks according to their relationship. This system is called hierarchical system of classification. ഓരോ ജീവികളെയും അവയുടെ റാങ്ക്, ഡിഫറെന്റ് റാങ്ക്സ്, ഓരോ റാങ്കുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ സിസ്റ്റം ഇങ്ങനെ ഡിഫറെന്റ് റാങ്കുകളായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആ ഓരോ റാങ്കുകളും അറിയപ്പെടുന്നത് ടാക്സ ആണ്, അല്ലെങ്കിൽ കാറ്റഗറി. അങ്ങനെ 7 പ്രൈമറി കാറ്റഗറീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് and species. These are the 7 primary categories അല്ലെങ്കിൽ taxas. Species, genus, family, order, class, division or phylum, then kingdom. Important. Arrange the taxonomic categories in ascending order. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ സ്പീഷീസ് മുതൽ കിങ്ഡം വരെയാണ് എഴുതേണ്ടത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലിയ കാറ്റഗറിയിൽ നിന്ന് ചെറിയ കാറ്റഗറിയിലേക്ക്. അപ്പൊ കിങ്ഡം, ഫൈലം എന്ന് പറഞ്ഞ സ്പീഷീസിൽ എത്തണം. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടാക്സോണമിക് കാറ്റഗറീസിനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഇങ്ങനെ സ്പീഷീസ് തന്നു, ജീനസ് തന്നു, ഈ ഫാമിലിയുടെ ഭാഗത്ത് ഡാഷ് ആണ്. ദെൻ ഓർഡർ തന്നു, ക്ലാസിന്റെ ഭാഗത്ത് ഡാഷ്. അങ്ങനെ ആ ബോക്സിനെ ഫില്ല് ചെയ്യാനുള്ള രീതിയിലും ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചു വെക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. അപ്പൊ ഓരോന്ന് എന്താ നോക്കൂ. സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി ആണ്. ദെൻ ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് തന്നെ സ്പീഷീസ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ബട്ട് സിമിലർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഫെലസ് ഡൊമസ്റ്റിക്കസ് നോക്കൂ, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. സാപ്പിയൻസ് ആണ് സ്പീഷീസ്. അപ്പൊ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. അപ്പൊ അതെല്ലാരും കൂടെ ഉൾപ്പെടുന്നത് സാപ്പിയൻസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുമ്പോൾ കാറ്റ്, പൂച്ചകളെല്ലാം വരുന്നത് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന സ്പീഷീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റഗറി ജീനസ്. ഈ സ്പീഷീസുകൾ ഒരേപോലെയുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് സ്പീഷീസിന്റെ ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ജീനസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. നോക്കൂ, ലയൺ എന്ന് പറയുന്നത് പാന്തേറ ലിയോ, ടൈഗർ പാന്തേറ ടൈഗ്രിസ്, ലെപ്പേർഡ് പാന്തേറ പാർഡസ്. ഇതെല്ലാം കൂടെ നോക്കൂ, പാർഡസ് ആണ് സ്പീഷീസ്, ടൈഗ്രിസ് ആണ് ഇവിടെ സ്പീഷീസ്, ലിയോ ആണ് ഇവിടെ സ്പീഷീസ്. അപ്പൊ വ്യത്യസ്ത സ്പീഷീസുകളാണ്, പക്ഷെ ദേ ഓൾ കംസ് അണ്ടർ എന്താണ്? ജീനസ് പാന്തേറ. അപ്പൊ റിലേറ്റഡ് സ്പീഷീസ് ആണ് ഇത് മൂന്നും. അതുകൊണ്ട് അവയെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചൊരു ജീനസ് പാന്തേറ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ദെൻ ഫാമിലി. അപ്പൊ ഫാമിലി എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ അല്ലെ, റിലേറ്റഡ് ജീനസുകളുടെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫാമിലി. നമ്മൾ പൂച്ചയും സിംഹവും ഒരേ ഫാമിലിയാണ്, കുടുംബമാണ് എന്ന് പറയും അല്ലെ. അപ്പൊ നോക്കൂ, ലയൺ, ടൈഗർ ആൻഡ് കാറ്റ് ബിലോങ്സ് ടു സെയിം ഫാമിലി. കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്, ലയൺ പാന്തേറ ലിയോ ആണ്. ഇത് രണ്ടും വരുന്നത് ഒരേ ഫാമിലിയായ
ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. ഓക്കെ, റിലേറ്റഡ് ജീനസുകളുടെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ഫാമിലി. ദെൻ അപ്പോൾ ഓർഡർ എന്താണ്? റിലേറ്റഡ് ഫാമിലീസിന്റെ ഗ്രൂപ്പാണ് ഓർഡർ. അപ്പൊ നമ്മൾ പറയുന്ന പൂച്ച എന്ന് പറയുന്ന ഒരു ഫാമിലി ഫെലിഡേ അല്ലെ. കാനിഡേ എന്ന് പറയുന്ന നായയും കുറുക്കനും എല്ലാം ഉൾപ്പെടുന്ന ഫാമിലിയാണ് കാനിഡേ. അത് രണ്ടും കൂടെ ഒരൊറ്റ ഓർഡറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഓർഡർ കാർണിവോറ. ഓക്കെ, ഫെലിഡേയും കാനിഡേ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ഫാമിലികൾ. ദേ ആർ റിലേറ്റഡ്. പൂച്ചയും നായയും കുറേ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫാമിലിയും കൂടെ ഒരുമിച്ച് കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലാസ്, റിലേറ്റഡ് ഓർഡേഴ്സ് ഹാവിങ് സിമിലർ ക്യാരക്ടേഴ്സ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സ് ആണ് ക്ലാസസ്. അപ്പൊ കാർണിവോറ എന്ന് പറയുന്ന ഈ ഓർഡറും ദെൻ മനുഷ്യൻ വരുന്ന പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറും കൂടെ ഒരൊറ്റ ക്ലാസ് ആയ മെമേലിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂച്ചയും നായയും മനുഷ്യനും എല്ലാം എന്താണ്? സിമിലാരിറ്റി ഉണ്ട്. ഏത് കാര്യത്തിൽ? ദേ ആർ ഓൾ മാമൽസ്, സസ്തനികളാണ് അല്ലെ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവയെ എല്ലാം കൂടെ ഒരൊറ്റ എന്താ പറയുക ക്ലാസ് ആയ മെമേലിയയിൽ ഉൾപ്പെടുത്തി. ഈ ഓർഡറുകളെല്ലാം ഒരു സിംഗിൾ ക്ലാസ് ആയ മെമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തി. ദെൻ ഫൈലം ഓർ ഡിവിഷൻ. ക്ലാസസ് ഹാവിങ് സെയിം ഫീച്ചേഴ്സ് ഇൻ കോമൺ അല്ലെ. അപ്പോൾ റിലേറ്റഡ് ക്ലാസസ് വരുന്നതാണ് ഫൈലം. അപ്പൊ മമേലിയയിൽ എന്ത് വരാം? ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്. അതിൽ എന്ത് വരും? ഫിഷസ്, ആംഫീബിയ, റെപ്റ്റൈലിയ, ഏവ്സ്, മമേലിയ എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളെല്ലാം വരുന്നതാണ് ഈ കോഡേറ്റയിൽ. വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിന്. റിലേറ്റഡ് ക്ലാസസിന്റെ ഒരു ഗ്രൂപ്പാണ് ഫൈലം. ദെൻ ലാസ്റ്റ് എന്താണ്? കിങ്ഡം. ഹയസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് ടാക്സയാണ് കിങ്ഡം. ലോവസ്റ്റ് സ്പീഷീസ് ആയിരുന്നു അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ റിലേറ്റഡ് ഫൈല. ഒന്നോ ഒരുപാട് ഫൈലങ്ങൾ കൂടി ചേർന്നാണ് കിങ്ഡമായി മാറുന്നത്. പ്ലാന്റ്സുകൾ, എല്ലാ പ്ലാന്റുകളും വരുന്നത് കിങ്ഡം പ്ലാന്റേയിലും എല്ലാ അനിമൽസും വരുന്നത് എനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലും. ഇനി ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ചില സയന്റിഫിക് നെയിം തന്നിട്ട് അതിന്റെ ജനറ ഏതാ, ഫാമിലി ഏതാ എന്നുള്ളത് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റില് മറ്റേ വീറ്റിന്റെ ഒക്കെ സയന്റിഫിക് നെയിം ഉണ്ട്, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, മാൻ, അതിന്റെ സയന്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ്. ശ്രദ്ധിക്കണം, H ക്യാപിറ്റൽ ലെറ്റർ, S സ്മോൾ ലെറ്റർ, അണ്ടർലൈനിങ് കമ്പൽസറി. ദെൻ അതിലെ ജീനസ് ഹോമോ, ഫാമിലി ഹൊമിനിഡേ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ. ഹൗസ് ഫ്ലൈ എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ? മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, മസ്ക എന്ന് പറയുന്നത് ജീനസ്. ഫാമിലി മസിഡേ, ഓർഡർ ഡിപ്റ്റീറ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം നമ്മൾ പഠിച്ചു ആർത്രോപോഡ. അതേപോലെ മാംഗോ ട്രീ എന്ന് പറയുന്നത് മാഞ്ചിഫെറ ഇൻഡിക്ക, അതിന്റെ ജനറ മാഞ്ചിഫെറ, ഫാമിലി അനാകാർഡിയേസിയെ, ഓർഡർ സാപ്പിൻറ്റേൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ ആൻഡ് ഫൈലം ആൻജിയോസ്പെർമേ. അപ്പൊ ഇതും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ടാക്സോണമിക് എയ്ഡ്സ്, ഇങ്ങനെ ക്ലാസിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും എല്ലാം സഹായിക്കുന്നതാണ് ടാക്സോണമിക് എയ്ഡ്സ്. ആ ടാക്സോണമിക് എയ്ഡ്സ് ഒരു പ്രധാനപ്പെട്ട എയ്ഡ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഹെർബേറിയ. ഹെർബേറിയ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. പ്ലാന്റ് സ്പെസിമെനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ വെറുതെ കളക്ട് ചെയ്യുന്നതല്ല, എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ് സ്പെസിമെൻസിനെ ഡ്രൈ ചെയ്യുന്നു, ഉണക്കുന്നു. എന്നിട്ട് എന്ത് വേണം? ഇറ്റ് ഈസ് പ്രസ്ഡ്. അതിലുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം പോവാൻ വേണ്ടി രണ്ട് പേപ്പറുകൾക്കിടയിലോ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് അതിനെ പ്രസ് ചെയ്ത് അതിലെ വാട്ടർ കണ്ടന്റ് എല്ലാം റിമൂവ് ആക്കുന്നു. ദെൻ പ്രിസേർവ്ഡ് ഓൺ ഹെർബേറിയം ഷീറ്റ്. വലിയ ഹെർബേറിയം ഷീറ്റുകളിൽ അതിനെ ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഹെർബേറിയം.
storehouse of collected plant specimens which have been dried, pressed, preserved on herbarium sheet. ആ ഹെർബേറിയം ഷീറ്റിൽ എന്തെല്ലാം കാണണം? ലേബൽ ഓഫ് ദ ഷീറ്റ് ഷുഡ് കണ്ടെയ്ൻ സയന്റിഫിക് നെയിം. അതായത് ഏത് പ്ലാന്റ് ആണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ സയന്റിഫിക് നെയിം വേണം, അത് അറിയപ്പെടുന്ന ലോക്കൽ നെയിം വേണം, ആ പ്ലാന്റിന്റെ ഫാമിലി, ദെൻ ആ പ്ലാന്റിനെ എവിടെ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് ആ പ്ലാന്റിനെ കളക്ട് ചെയ്തിട്ടുള്ളത്, ദെൻ ആരാണ് ആ പ്ലാന്റിനെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം ഹെർബേറിയത്തിന്റെ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഹെർബേറിയം എന്ന് പറയുന്നത് എന്താ? ഡ്രൈഡ് പ്ലാന്റ് സ്പെസിമെനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഹെർബേറിയം. ഓക്കെ, അതും നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈഡ് പ്ലാന്റ് സ്പെസിമെൻ ഹെർബേറിയം ആണെങ്കിൽ ലിവിങ് പ്ലാന്റ്സ് ഏതാണ്, എവിടെയാണ് പ്രൊട്ടക്ട് ചെയ്യുക, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ലാർജസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അറ്റ് ക്യൂവിലുള്ള റോയൽ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഏറ്റവും വലിയ ഹെർബേറിയം ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ, ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്ലേസസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ലിവിങ് പ്ലാന്റ്സ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ്. വ്യത്യസ്ത പ്ലാന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താ? ഇവിടെ ജീവനുള്ള പ്ലാന്റുകളെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. മറ്റേ ഹെർബേറിയത്തിൽ വരുമ്പോൾ എന്താ? അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ, ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു സ്റ്റെമ്മിന്റെ ഒരു പോർഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലീഫ് ആവാം, അല്ലെങ്കിൽ ലീഫ് ഒരു സ്റ്റെമ്മും ഫ്ലവറും എല്ലാം വരുന്ന ഭാഗമാകാം. അതിനെ ഡ്രൈ ചെയ്തതിന് ശേഷം പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഹെർബേറിയം. ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ ആണ്, അപ്പൊ ചെടികളെ വളർത്താണ്. പ്ലേസസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ലിവിങ് പ്ലാന്റ്സ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ്. ദെൻ ആ പ്ലാന്റിന് എന്തിരിക്കണം? നമ്മുടെ സാധാരണ ഗാർഡൻ പോലെയല്ല, ഈച്ച് പ്ലാന്റ് ഷുഡ് ബി ലേബിൾഡ്. ഓരോ പ്ലാന്റിനും ലേബൽ ഉണ്ടായിരിക്കണം. ആ ലേബലിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ബൊട്ടാണിക്കൽ നെയിമും ഫാമിലിയും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ലേബൽ ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മ്യൂസിയം. മ്യൂസിയം ഇതുപോലെ എന്താ? കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് എനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. പ്ലാന്റ്സിനെ, ആനിമൽസിനെ, സ്പെസിമെൻസിനെ, ലിവിങ് അല്ല, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഡൈഡ് സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. നമ്മുടെ സ്കൂളുകളിൽ ലാബ് സെറ്റ് ചെയ്യാറുണ്ട് അല്ലെ, അവിടെ ജാറുകളില് പ്രിസർവേറ്റീവില് ആനിമൽസിനെ എല്ലാം ഇട്ട് വെക്കുന്നത് കാണാം. അപ്പൊ അല്ലെങ്കിൽ ചില പ്ലാന്റ്സിനെയൊക്കെ ഡ്രൈ ആക്കി സൂക്ഷിക്കുന്നത് കാണാം. വലിയ റാബിറ്റും ബേർഡ്സിന്റെ ഒക്കെ കേസിൽ എന്ത് ചെയ്യാം? സ്റ്റഫ് ചെയ്യും. അതിന്റെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം റിമൂവ് ചെയ്ത് അത് സ്റ്റഫ് ചെയ്തെടുക്കും. അപ്പൊ ഇത്തരത്തിൽ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ സ്പെസിമെൻസ് ആയി സൂക്ഷിക്കുന്നതാണ് മ്യൂസിയം. ദെൻ സുവോളജിക്കൽ പാർക്സ്, നമുക്കറിയുന്ന സൂ, പ്ലേസസ് വേർ എനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് അലൗഡ് ടു ബ്രീഡ്. ആനിമൽസിനെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് സുവോളജിക്കൽ പാർക്സ്. Then taxonomic key. It is based on contrasting characters. Taxonomic key എന്ന് പറയുന്നത് വൈരുദ്ധ്യ സ്വഭാവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. The characters are in pairs called couplet. അല്ലെ, വൈരുദ്ധ്യ സ്വഭാവങ്ങൾ ജോഡികളായിട്ട്. ഇപ്പോൾ ഒന്നിൽ നമ്മൾ എന്ത് പറയും? വിങ്സ്, അല്ലെങ്കിൽ വിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത വൈരുദ്ധ്യ സ്വഭാവം വിങ്സ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ടാക്സോണമിക് കീ. ആ ടാക്സോണമിക് കീയിൽ ഓരോ സ്റ്റേറ്റ്മെന്റും അറിയപ്പെടുന്നത് ലീഡ് എന്നുള്ള പേരിലാണ്. അപ്പൊ നമ്മൾ കീ റൺ ചെയ്താൽ ഫൈനലായിട്ട് നമുക്ക് ഏതാണ് നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇന്ന ജീവിയാണ്, ഇന്നതാണ് അതിന്റെ സയന്റിഫിക് നെയിം എന്നുള്ള ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാണ് ടാക്സോണമിക് കീ. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാരക്ടേഴ്സ് ഒരു പെയർ ആയിട്ടാണ് തരുന്നത്, അതിനെ പറയുന്ന പേര് കപ്ലറ്റ്. ഓരോ സ്റ്റേറ്റ്മെന്റും അറിയപ്പെടുന്നത് ലീഡ്. ദെൻ ഫ്ലോറ. ഫ്ലോറ എന്ന് പറയുമ്പോൾ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഓഫ് എ ഗിവൺ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസിന്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനെയും
കുറിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഫ്ലോറ, ഒരു പുസ്തകം. Then manuals provide information for identification of names of species occurring in an area. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എന്താ പറയുക, സ്പീഷീസുകളുടെ പേരുകളെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകങ്ങൾ മാനുവൽസ്. ഇവിടെ പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന പ്ലാന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷനെയും അതിന്റെ ഹാബിറ്റേറ്റിനെയും കുറിച്ച് അറിയാൻ സഹായിക്കുന്നത് ഫ്ലോറ, അതിന്റെ നെയിംസ് അടങ്ങിയ പുസ്തകം മാനുവൽസ്. ദെൻ മോണോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് പ്രൊവൈഡ് അവൈലബിൾ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സ. ഒരു പെർട്ടിക്കുലർ ടാക്സയെ കുറിച്ച് മാത്രം, ഇപ്പൊ ഏതെങ്കിലും ജീനസിനെ കുറിച്ച് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയെ കുറിച്ച് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുക, അത്തരം ബുക്കുകളാണ് മോണോഗ്രാഫ്സ്. അപ്പോൾ ഫ്ലോറ, മാനുവൽസ് ആൻഡ് മോണോഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ടാക്സോണമിക് കാറ്റഗറീസ്, ദെൻ സയൻറ്റിഫിക് നെയിമിൻ്റെ എഴുതേണ്ടത്, അതിനെ കറക്റ്റ് ചെയ്യേണ്ട രീതി, ടാക്സോണമിക് എയ്ഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. All the best. Thank you.